ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, ഇന്നത്തെ എനർജീസ് എന്തെല്ലാമാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് എത്തിക്കണേ. അതുപോലെ ഇന്ന് റീഡിംഗ് എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 4 ഡിസംബർ 4. അപ്പോൾ ഇന്നേ ദിവസം ഒരു ഫുൾ മൂൺ ഡേ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാർഡ്സിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ ഡ്രെയിൻഡ് ആക്കുന്ന എന്തെങ്കിലും എനർജീസ് കണ്ടാൽ അത് നമ്മുടെ മൂൺ എനർജി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. മൂഡ് സ്വിങ്സ് ഉണ്ടെന്നൊക്കെ കണ്ടാൽ അത് മൂൺ എനർജി കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഉള്ള റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയുള്ളൊരു 2-3 ദിവസം നിങ്ങൾക്ക് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി തോന്നാൻ സാധ്യത ഉണ്ടെന്ന്. കുറച്ച് പേർക്കൊക്കെ അങ്ങനെ പറഞ്ഞ് റിപ്ലൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഒരു തരം മന്ദത ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് മൂൺ എനർജി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ഇറ്റ് ഈസ് ബിക്കോസ് ഫുൾ മൂൺ ഡേ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കണം. കാരണം കാർഡ് വരുന്ന ഏതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വരുന്ന കാർഡ് റീഡ് ചെയ്യാമെന്നല്ലാതെ ഏത് കാർഡ് ഫസ്റ്റ് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ കാർഡ് വരുമ്പോൾ അതൊരു നോ കാർഡാണെങ്കിൽ അപ്പോൾ ഇരുന്ന് തപ്പണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പോൾ അവിടെ പറയുന്നത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് ചിന്തിക്കുന്ന ദിവസമാണ്. വളരെ ബുദ്ധിശാലിയായിട്ട് ക്ലവറായിട്ടിരിക്കുന്ന ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് വരുമ്പരായികളെക്കുറിച്ചൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ഒരു രാജാവിൻ്റെ എനർജി ഉള്ളൊരു ദിവസമാണ് ഇന്ന ദിവസം. ഓക്കെ, ഇന്ന് ഒരു കാരണവശാലും നമ്മുടെ ചിന്തകൾക്ക് എന്താണ് ഇമോഷൻസിൻ്റെ ഒരു പിൻബലം കൊടുക്കാൻ പാടില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആര് തന്നെ ആയാലും അവിടെ ഇമോഷണലി അല്ല നമ്മൾ ന്യായം നോക്കേണ്ടത്. ഇമോഷണലി ഒരാളോട് നമ്മൾ അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ പാടില്ല. അൺബയസ്ഡ് ആയിട്ട് നിൽക്കുക, ഒരു ഭാഗവും ചേരാൻ പാടില്ല. കൃത്യമായിട്ട് നീതി നടപ്പാക്കേണ്ട ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരു കാരണവശാലും ഇമോഷണലി കണക്റ്റ് ആവാതെ നമ്മുടെ തലച്ചോറ് കൊണ്ട് വേണം നമ്മൾ ഇന്ന ദിവസം തീരുമാനങ്ങൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആര് തന്നെയായാലും അവരുടെ മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. മാത്രമല്ല ഇന്നൊരു കിങ് എനർജിയാണ്. കുറച്ച് ഒരു ഈഗോയിസ്റ്റൊക്കെ ആയിരിക്കും, നമ്മളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം. നമ്മളങ്ങനെ ട്രിഗേർഡൊന്നും ആകേണ്ട ആവശ്യം ഇല്ല. നമ്മൾ നല്ല സെൽഫ് സൈലൻ്റ് ആയിരിക്കുക, കുറച്ചൊന്ന് ആത്മനിയന്ത്രണത്തോടുകൂടി ഇരിക്കുക. ഓക്കെ, സെൽഫ് കൺട്രോളിൽ ഇരിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഈഗോ വർക്ക് ചെയ്യുന്നൊരു ദിവസം ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് സ്വോർഡ്സ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് പണം കയ്യിൽ വന്നിട്ടുണ്ട്. ഇന്ന് കയ്യിൽ പണമുണ്ട്. അപ്പോൾ പണം കയ്യിൽ വന്നിട്ടുള്ള ആളുകൾ ആ പണം വെച്ചിട്ട് റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നു എന്നാണ്. അപ്പോൾ കയ്യിൽ വന്ന് കിട്ടിയിട്ടുള്ള പണത്തിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആ പണം നമ്മൾ ചിലപ്പോൾ പുതിയൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ന് തുടങ്ങുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണത്തിൽ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ കുറച്ച് പേര് പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പണം ആവശ്യമുണ്ട്, പക്ഷേ കയ്യിൽ ആവശ്യത്തിനുള്ള പണം എത്തിയിട്ടില്ല. അപ്പോൾ ആ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ പണം ആവശ്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് ആദ്യം ചെയ്യേണ്ടത് മണി ഹോപ്പനൊപ്പനോ ചൊല്ലണം. ഓക്കെ, അപ്പോൾ ഡിയർ മണി പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു. ഇത് ഏത് ഓർഡറിൽ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഹോപ്പനൊപ്പന ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത്, വേറെ രീതിയിലാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ഏത് ഓർഡറിൽ പറഞ്ഞാലും ഓക്കെയാണ്. അപ്പം മണിക്ക് ആദ്യം ഹോപ്പനൊപ്പനോ പറയുക. അതിനുശേഷം നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് എന്താണോ അത് ജേർണൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പണത്തിന് മേൽ റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇനി ചില വ്യക്തികളെ കാത്തിരിക്കുന്ന ആളുകളെയും കാണുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും മൂല്യവത്തായിട്ട് കണ്ടിരുന്ന ആൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അയാളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും അയാൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതും കൂടിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. പണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് ഫോണിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. പേജസ് എല്ലാം സന്ദേശവാഹകരാണ്. നെക്സ്റ്റ് 3 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഒരു ഹൃദയഭേദകമായ ഒരു വാർത്ത അത് കേൾക്കാനോ ചിലപ്പോൾ മുൻപ് കേട്ടിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങൾ ഓർക്കാനോ സാധ്യതയുണ്ട്. മുൻപ് സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് 3 ഓഫ് സോർഡ് എപ്പോഴും പാസ്റ്റിനെ കുറിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത്
ഒരു കാർമിക് സിറ്റുവേഷനാണ്. മിക്കവാറും അത് കഴിഞ്ഞു പോയതാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ വളരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ടല്ലോ, അതിനാണ് 3 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. അത് കുറച്ചൊരു ഡിപ്രഷൻ ഉണ്ടാക്കുന്ന, കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ ഇന്ന് കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിളിനോട് ചേർന്ന് 3 ഓഫ് സ്വോർഡ് വന്നേക്കുന്നത് കൊണ്ട് ചിലപ്പം പണം കാത്തിരുന്ന ആളുകൾക്ക് അത് കിട്ടാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന മാനസിക സംഘർഷമാകാം. അല്ല എങ്കിൽ കുറച്ച് പേർക്ക് മുൻപ് നടന്നു പോയിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ ഇന്നേ ദിവസം വീണ്ടും ഓർക്കുന്നതാവാം. അത് ഓർത്ത് അതേ പെയിനിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും അതേ ഡിപ്രഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും നമ്മുടെ മൂൺ എനർജിയുമായി ബന്ധപ്പെട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ ഡിസ്റ്റർബൻസ് തോന്നുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത്, ഷോർട്സ് ഒക്കെ കാണുന്ന സമയത്ത് ഇമോഷണലായിട്ട് പിന്നെ ചുമ്മാ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള ഡിപ്രഷൻ, ഉള്ളിൻ്റെ ഉള്ളിൽ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഈ മൂൺ എനർജി വരുമ്പം നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് വേറൊന്നുമില്ല, എനിക്ക് ഡിപ്രഷൻ ആണെന്നൊന്നും പറയണ്ട, അതാ ഒരു ഇമോഷണൽ വേരിയേഷൻ വരുന്നത് കൊണ്ട് നമുക്ക് ബാലൻസ് ഇല്ലായ്മ വരുന്നതാണ് കേട്ടോ. അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് 3 ഓഫ് സ്വോർഡ് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഇന്നൊരു ഹീലിങ്ങിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഹീൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വളരെയധികം ഹീൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു മദർലി ഫിഗർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക, നിങ്ങളുടെ പെയിൻ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ കാമായിരിക്കും. പിന്നെ ഇവിടെ സ്റ്റാർ കാർഡ് കാണുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു കുഞ്ഞ്, ഒരു ബേബി കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പുതിയ കുട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഇതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. വളരെ ഫെർട്ടൈലായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അവിടെ വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും ഇന്നത്തെ ദിവസം. വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആവുന്നതെന്ന് തോന്നും. നിങ്ങൾ എന്തോ ഒരു കാര്യം നേടിയെടുത്തു എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് വരാൻ സാധ്യതയുള്ളതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കാര്യം നടക്കും എന്ന് നമുക്ക് ഉത്തമ ബോധ്യം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് ഫുൾ പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ മനസ്സിൽ ഞാനിത് ചെയ്തല്ലോ, അപ്പോൾ ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ ഇതിനൊരു ഫലം കിട്ടും, അത് സംഭവിക്കും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഒരു വർഷിപ്പ് നടത്തിയല്ലോ എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ വരും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നിങ്ങളുടെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടി നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ പൂജ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അന്നദാനം നടത്തുന്നതാവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യാൻ സഹായിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ കൂടുതൽ സഹായിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 9 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ വർക്കിൽ നിന്ന് കുറച്ച് മന്ദതയൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വെയിറ്റിംഗ് ആണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ ഇന്നേ ദിവസം ആ പണം നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. വളരെ കൺസിസ്റ്റൻ്റ് ആണ്, ആ പണം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളൊരാളെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഓഫർ പ്രതീക്ഷിക്കുക. അതായത് നിങ്ങൾക്ക് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർണിംഗ് ആണ്, അതൊരു പെൻറ്റക്കിളാണ്, ജോബായിരിക്കാം. അപ്പോൾ നിങ്ങളത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആ പെൻറ്റക്കിൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു സ്ലോയിങ് ഡൗൺ ആണ്. പ്രോസസ്സ് വളരെ പതുക്കെയായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആണ്, അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. അപ്പോൾ ഇന്ന് പണം കാത്തിരിക്കുന്ന കുറേ ആളുകൾക്ക് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ഡബിൾ കാർഡാണ്. ഇന്നലെ നമുക്ക് ഡബിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തതരം ഒബ്സഷൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തോന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ചില ദുഷ്ടചിന്തകൾ വരുന്നതാണ്. നിങ്ങളുടെ പോസസീവ്നെസ് കയറി വരുന്നതാവാം, ഒബ്സഷൻ കയറി വരുന്നതാവാം, അഡിക്ഷൻ ചിലരോടുള്ള, അല്ലെങ്കിൽ ചില സാധനങ്ങളോടുള്ള, ചില കാര്യങ്ങളോട്, ചില ഹാബിറ്റുകളോടുള്ള അഡിക്ഷൻ കാരണം നിങ്ങൾ ഭയങ്കര പോസസീവ് ആവുന്നതാകാം. അതാണ്
ഈ പൊസഷൻ്റെയും കൂടെ കാർഡാണ് ഈ ഡെവിൾ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരം അഡിക്ഷനാണ്. അത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ വളരെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒബ്സഷൻ അഡിക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. കൂട്ടുകൂടിപ്പോയി അഡിക്ഷനൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. അതാണ് ഡെവിൾ കാർഡ് പറയുന്നത്. അപ്പോൾ ഡെവിൾ കാർഡ് വരുമ്പോൾ നമുക്കറിയാം ഒരു പൈശാചികത നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് തന്നെ ഒരു ക്രൂരതയൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത ദിവസമായിരിക്കും. വളരെ അരഗൻ്റായിട്ട് വളരെ റഫായിട്ട് ആളുകളോട് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ മറ്റുള്ളവർ നമ്മളോട് ക്രൂരമായിട്ടും നമ്മൾ മറ്റുള്ളവരോട് ക്രൂരമായിട്ടൊക്കെ പെരുമാറാൻ സാധ്യതയുണ്ട്. അതാണ് ഡെവിൾ എനർജി പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു യാത്ര കാണുന്നുണ്ട് വിത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ പേറിയിട്ടായിരിക്കും നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ എല്ലാത്തിനെയും പിന്നിൽ ഉപേക്ഷിച്ച് വളരെ ഹാപ്പി ആയിട്ടല്ല, ഈ വേദനയും വിഷമവും സങ്കടമൊക്കെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി മറ്റെവിടെയെങ്കിലും പോകുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഒരു ട്രാൻസ്ഫറോ മറ്റും മേടിച്ച് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേർഡൻ കാരണം നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാകാനൊക്കെ സാധ്യതയുണ്ട്. അതായത് നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിനെ നമുക്ക് ഉപേക്ഷിച്ച് കളയാനോ അല്ലെങ്കിൽ അതിനെ വേണ്ടത് വെക്കാനൊന്നും പറ്റുന്നില്ല. അതിനെയും പിടിച്ചുകൊണ്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതിൽ നിന്നൊരു സമാധാനം ഉണ്ടാക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടും കൊണ്ടാണ് പോകുന്നതെന്നാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ അവസാനം സന്തോഷമുള്ളതാണ് കേട്ടോ. സങ്കടമുള്ള സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മാനസിക സുഖം ഇല്ലാത്തടത്ത് നിന്ന് നിങ്ങൾ മാനസിക സുഖമുള്ള ഒരിടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് 5 ഓഫ് കപ്സ് ആണ്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മയിലിരിക്കുന്നു എന്നാണ്. അപ്പം ചിലപ്പോൾ അത് കപ്പ് എനർജി ആയതുകൊണ്ട് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് അത് ചെയ്യണ്ടായിരുന്നു എന്നോർത്തിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോയ വാക്കുകൾ ഓർത്ത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതാവാം. അപ്പം പോയല്ലോ, ഇനി ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നതാണ് ഈ 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കാര്യം, ഇതിന് ചുറ്റും തന്നെ മറ്റവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടോ അതിലേക്ക് എത്തിച്ചേരാനുള്ള മറ്റ് വഴികളുണ്ട്. പക്ഷേ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ദിവസമാണ്. നിങ്ങളത് തേടി കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും തന്നെ ഇതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ടതെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളിൽ നിന്ന് വ്യാപൃതരായിരിക്കും. പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ പല കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ, ഇപ്പോൾ ഒരു പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും ഒരേപോലത്തെ 2 കാര്യങ്ങൾ കാണുമ്പോൾ രണ്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ടും അങ്ങ് എടുത്ത് കളയും. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മുടെ കൺകെട്ടലാണ്. നമ്മൾ ശരിയായ ചോയ്സിലേക്കല്ലാതെ നമ്മളിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവണം. നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന കാര്യം ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വിചാരിക്കുന്ന കാര്യം ആയിരിക്കില്ല നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് ഈ 7 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യത. വീട്ടിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക, വീട് പണി നടക്കുക, വീട് പണിയുടെ ഏതെങ്കിലും ഒരു ഘട്ടം പൂർത്തിയാക്കുക അല്ലെങ്കിൽ തുടങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പർച്ചേസിംഗ് ആണ് കേട്ടോ കൂടുതലും. കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ വാങ്ങിക്കാൻ, ഫർണിച്ചറോ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഗോൾഡോ അങ്ങനെ എന്നാൽ അസറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇന്നേ ദിവസം സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനൊക്കെ സാധ്യതയുള്ളതായിട്ടും കാണുന്നുണ്ട്. 7 ഓഫ് കപ്സ് കുറച്ച് മായാജാലം പോലെ തോന്നുന്ന മായക്കാഴ്ചകൾ കൊണ്ട് കണ്ണ് കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അത് വേണോ ഇത് വേണോ, പോണോ പോണ്ടയോ, പിന്നെ വേണോ വേണ്ടേ എന്നുള്ള ഭയങ്കര തരം ചോയ്സസ് കൂടുതലായതുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നൊരു എനർജിയാണ് ഈ 7 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനർജീസ് എന്ന് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്ന 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അത് വെയിറ്റിംഗ് എനർജിയാണ്. പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്നാണ്. പണത്തിന് വേണ്ടി ആവണോ നിർബന്ധമില്ല. നിങ്ങൾ ഒരു ഫ്രൂട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു ഫ്രൂട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ നിങ്ങളത് ലോങ് ടേമിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്. അത് ഇന്നത്തേക്കോ നാളത്തേക്കോ മാത്രമുള്ളതല്ല.
ഒരുപാട് കാലത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അത് കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങളത് എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ അധികം ആളുകളെ കാണുന്നുണ്ട്. സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ അധികം ആളുകളെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നൊരു വെയിറ്റിംഗ് എനർജി കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലായിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫോർഗീവ്നെസ് ആണ്. അപ്പോൾ ആരൊക്കെയോ നിങ്ങളുടെ ക്ഷമ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ മാപ്പ് കൊടുക്കുന്നതും കാത്ത് ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. അവർക്ക് മാപ്പ് കൊടുത്ത് അവരെ ലെറ്റ് ഗോ ചെയ്ത് വിടുക. 2 യെസ് എന്ന് വന്നിട്ടുണ്ട്. യെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ യു ആർ റെഡി എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാത്തിനും പ്രാപ്തരായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇത്രയൊക്കെ കഷ്ടപ്പാട് നടത്തിയത്. കോംപ്രമൈസ് ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതാണ് അത്. അപ്പോൾ അടുത്ത നോക്കാം. അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫൊർഗീവ് ആൻഡ് ഫൊർഗെറ്റ്. ഇപ്പം തന്നെ പറഞ്ഞതേ ഉള്ളൂ ഫൊർഗീവ് ആൻഡ് ഫൊർഗെറ്റ് എന്ന്. റിലീസ് പാസ്റ്റ് ഹേർട്സ് ആൻഡ് റിസെൻമെൻറ്റ്സ് ആൻഡ് ഫൊർഗീവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നിങ്ങളോട് തന്നെ ഓപ്പനപ്പനോ ചൊല്ലുക. അതുപോലെ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള മറ്റുള്ളവരോട് നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക. അപ്പം നിങ്ങളുടെ പാർട്ട്ണറൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളോട് ക്ഷമിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കാർഡ് കാർമിക് ഡെപ്റ്റ് ആണ്. ദിസ് റിലേഷൻ ഈസ് കാർമിക് പേയിങ് ഓഫ് പാസ്റ്റ് ഡെപ്റ്റ്സ്. അപ്പോൾ ഈ കാർമിക് കുറച്ച് പേരുടെയൊക്കെ റിലേഷൻഷിപ്പ് കാർമിക്കായിട്ട് കാണുന്നുണ്ട്. കാർമിക് ഡെപ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് അട്രാക്റ്റിംഗ് ലവ്. യു ആർ അട്രാക്റ്റിംഗ് ലവ് ഇൻ ടു യുവർ ലൈഫ്. അപ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളത് ഏറ്റവും മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ വരും. ഓക്കെ, റിലീസ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. കുറേ അധികം ആളുകൾക്ക് ഇവരെന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയമുണ്ടെന്ന് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഭയം ഇവർ വിട്ടിട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരാളിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി അതാണ്. നിങ്ങൾ എന്ത് റിലീസ് ചെയ്യുന്നോ അത് തന്നെയാണ് നിങ്ങൾ എടുക്കാനും പോകുന്നുള്ളൂ. അപ്പോൾ റിലീസ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് യു ആർ വർത്തി ഓഫ് ലവ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റ് കാർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. നർച്ചർ യുവർ റിലേഷൻഷിപ്സ് ബൈ ലിസണിങ് ആക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസിങ് യുവർ സെൽഫ് ഓണസ്റ്റ്ലി. അപ്പോൾ നിങ്ങൾ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. പ്ലസ് നിങ്ങളുടെ അവർ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നതും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറും ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂവോ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസോ ഒന്നും ഉണ്ടാവുന്നില്ല. കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.